മധുരയിൽ ഒരു കൊക്ക് എന്നും കുളത്തിലെ മീനുകളെ തിന്ന് ജീവിച്ചിരുന്നു. അങ്ങനെ ഒരിക്കൽ മഴ പെയ്യാതെ കുളം വറ്റിപ്പോയി. വിശപ്പ് സഹിക്കാൻ കഴിയാതെ കൊക്ക് പുതിയ സ്ഥലം തേടി പറന്നു. അപ്പോഴാണ് അത് മധുരയ്ക്ക് സമീപമുള്ള അച്ചോ തീർത്ഥം എന്ന വിശുദ്ധ കുളത്തിനടുത്ത് എത്തിയത്. അവിടെ ധാരാളം മീനുകൾ ഉണ്ടായിരുന്നു. അതിനാൽ കൊക്ക് സന്തോഷത്തോടെ അവിടെ തന്നെ താമസിച്ചു. അങ്ങനെ ഒരു ദിവസം നിരവധി മുനിമാർ ആ കുളത്തിൽ വന്ന് കുളിക്കുകയായിരുന്നു. അപ്പോൾ ആശ്ചര്യകരമായി അവിടെയുള്ള ആ മീനുകൾ മുനിമാരുടെ മേത്ത് ചാടി കളിക്കുകയായിരുന്നു. ഇത് കണ്ട കൊക്ക് മനസ്സിൽ ചിന്തിച്ചു, ഇത്രയും വിശുദ്ധരായ മുനിമാരുടെ മേത്ത് തൊട്ട ഈ മീനുകളെ തിന്നുന്നത് പാപമാണ്. അതിനാൽ ഈ മീനുകളെ ഇന്ന് തിന്നാതെ വിടാം, എന്നാൽ നാളെ നോക്കാം. അങ്ങനെ നാളെ എന്ന് പറഞ്ഞ് ആ കൊക്ക് 15 ദിവസം വിശപ്പോടെ ഇരുന്നു. ആ ദിവസങ്ങളിൽ സത്യധരർ എന്ന മുനി മധുര പുരാണവും സോമസുന്ദരരുടെ തിരുവിളയാടലുകളെക്കുറിച്ചും പ്രഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. അതും ആ കൊക്ക് ആകാംക്ഷയോടെയും ശ്രദ്ധയോടെയും ഇരുന്ന് കേട്ടു. ഒരു ദിവസം ആ പ്രഭാഷണം കേട്ട് കൊക്ക് മനസ്സിൽ ചിന്തിച്ചു, സോമസുന്ദരർ ഇത്രയധികം പരമകാരുണ്യമുള്ളവനാണോ? എനിക്കും അദ്ദേഹത്തെ ഒരിക്കൽ ദർശിക്കണം എന്ന് കരുതി കൊക്ക് പറന്ന് നേരെ മീനാക്ഷി ദേവിയുടെ ക്ഷേത്രത്തിലെത്തി. മുകളിൽ നിന്ന് പൊണ്ടാമരക്കുളം നോക്കിയപ്പോൾ അവിടെ ധാരാളം മീനുകൾ ഉണ്ടായിരുന്നു. വിശപ്പിനാൽ വലഞ്ഞ കൊക്കിന് വീണ്ടും പഴയ ആഗ്രഹം വന്നു. അങ്ങനെ അത് നേരെ താഴെ കുളത്തിലേക്ക് ഇറങ്ങി. ആ സമയം ഒരു കാലുപടിയിൽ വെച്ച് മറ്റൊന്ന് വെള്ളത്തിൽ വെക്കുമ്പോൾ അതേ നിമിഷം കൊക്കിന് പെട്ടെന്ന് ദൈവത്തിന്റെ ഓർമ്മ വന്നു. അയ്യോ, ഭഗവാനെ ദർശിക്കാൻ വന്ന ഞാൻ അവനെ മറന്ന് മീനുകളെ തിന്നാൻ പോയല്ലോ എന്ന് കൊക്ക് ലജ്ജയാൽ പിന്മാറി നിന്നു. ആ സമയത്ത് ആകാശത്തിൽ നന്ദിമേൽ സോമസുന്ദരരും മീനാക്ഷി ദേവിയും പ്രത്യക്ഷപ്പെട്ട്, കൊക്കെ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ കൊക്ക് തൊഴുത് വിനയത്തോടെ പറഞ്ഞു, ഭഗവാനെ, എനിക്ക് ഈ ജന്മം മതി, മോക്ഷം നൽകണമേ. എന്നാൽ പ്രധാനപ്പെട്ട ഒന്നുണ്ട്. എന്നെപ്പോലെ മറ്റു കൊക്കുകൾ വരുമ്പോൾ നിങ്ങളെ പ്രാർത്ഥിക്കാതെ മീനുകളെ തിന്നണമെന്ന് വിചാരിക്കും. അതുകൊണ്ട് ഇന്നു മുതൽ ഈ കുളത്തിൽ മീനുകൾ ഉണ്ടാകരുതെന്ന് അനുഗ്രഹിക്കണമേ. ഭഗവാനും പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ തന്നെ ആകട്ടെ എന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ആ ദിവസം മുതൽ മീനാക്ഷി ദേവി ക്ഷേത്രത്തിലെ പൊന്താമരക്കുളത്തിൽ